ആശാവർക്കർമാരുടെ സമരം ലോക്സഭയിൽ ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള എംപിമാർ. ആശാവർക്കർമാർക്ക് 233 രൂപയാണ് ദിവസവേതനമെന്നും അത് ലഭിക്കുന്നില്ലെന്നും KC വേണുഗോപാൽ പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. VK ശ്രീകണ്ഠൻ MP, ശശി തരൂർ തുടങ്ങിയവരും വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ചു. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ്. ആരാണിതിനെ ഉത്തരവാദികൾ? ആശാവർക്കർമാരുടെ മാസവേതനം 21,000 രൂപയായി നിജപ്പെടുത്തണം. അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകണം. 30 ദിവസത്തിലേറെയായി സമരം നടത്തുകയാണ് അവർ. എല്ലാ ആശാവർക്കർമാരും അവിടെ സമരം ചെയ്യുകയാണ്. അവർ സമൂഹത്തിന്റെ ആരോഗ്യ പോരാളികളാണ്. 2005-ൽ UPA സർക്കാരാണ് ആശാവർക്കർ എന്ന ആശയം നടപ്പാക്കുന്നത്. തെലങ്കാന, കർണാടക, സിക്കിം സർക്കാരുകൾ വേതനം കൂട്ടി നൽകി. റിട്ടയർ ചെയ്താൽ കയ്യിൽ ഒന്നുമില്ലാതെ അവർ തിരികെ പോകേണ്ട അവസ്ഥയാണ്. കേന്ദ്ര ആരോഗ്യമന്ത്രിയിൽ നിന്ന് ഇതിന് ഉത്തരം ലഭിക്കണമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം ആശാവർക്കർമാരുടെ വിഷയം VK ശ്രീകണ്ഠൻ MP മലയാളത്തിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ആശാവർക്കർമാരുടെ സമരം ശശി തരൂർ MPയും ലോക്സഭയിൽ ഉന്നയിച്ചു. ഇന്ത്യൻ ആരോഗ്യരംഗത്തെ ഹീറോകളാണ് ആശാമാർ. അവരുടെ പങ്കാളിത്തം വിസ്മരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് കോവിഡ് കാലത്തെ അവരുടെ പ്രവർത്തനം പ്രശംസനീയമാണ്. എന്നാൽ തുച്ഛമായ വരുമാനം മാത്രമേ ലഭിക്കുന്നുള്ളൂ. കേരളത്തിൽ 7,000 രൂപയാണ് മാസവേതനം ലഭിക്കുന്നത്. സർക്കാർ അത് കൃത്യമായി നൽകുന്നില്ല. ഇത് ചൂണ്ടിക്കാട്ടിയാണ് അവർ സമരം നടത്തുന്നത്. സ്ത്രീകളായതുകൊണ്ടാണോ അവരുടെ സമരം ആരും കാണാതെ പോകുന്നതെന്നും ശശി തരൂർ MP ചോദിച്ചു. സഭ സമ്മേളിച്ച് ആദ്യ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ത്രിഭാഷ നയത്തെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നിരുന്നു. ലോക്സഭയിൽ പ്രതിപക്ഷ ബഹളത്തിൽ സഭാ നടപടികൾ തടസ്സപ്പെട്ടു. തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവെച്ചു. ഹിന്ദി അടിച്ചേൽപ്പിക്കലിൽ DMK-യാണ് പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. എന്നാൽ DMK യുവാക്കളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ പാർട്ടി രാഷ്ട്രീയ അവസരവാദം കാട്ടുകയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആരോപിച്ചു. അതിനിടെ മണിപ്പൂർ വിഷയത്തിൽ കോൺഗ്രസ് MP അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. മണിപ്പൂരിലെയും ജമ്മുവിലെയും ആഭ്യന്തര സുരക്ഷാ പ്രതിസന്ധിയെക്കുറിച്ചും വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ്